അവതാരിക തുടരുന്നു. 1922 ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിനെ ആദ്യമായി കാണുന്ന വേളയിൽ തനിക്ക് ലഭിച്ച അതേ നിർദ്ദേശം തന്നെയാണ് ഇത് എന്ന് അഭയ് ക്ഷണനേരം കൊണ്ട് തിരിച്ചറിഞ്ഞു. ആ നിർദ്ദേശത്തെ അരക്കിട്ടുറപ്പിക്കുന്നതെന്നോണമായിരുന്നു ഇപ്പോഴത്തെ ഈ മറുപടി. അഭയ് വിചാരിച്ചു, ഇനി എൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് സംശയിക്കേണ്ടതില്ല. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ സമാധിക്ക് ശേഷം അദ്ദേഹം മുൻകൂട്ടി കണ്ട ആ അഗ്നികോപം ഒട്ടും താമസിയാതെ തന്നെ മഠത്തെ ദഹിപ്പിക്കുവാൻ തുടങ്ങി. നേതൃസ്ഥാനത്തിനു വേണ്ടി മഠത്തിലെ പ്രധാന ശിഷ്യന്മാർ തമ്മിൽ തർക്കങ്ങൾ ആരംഭിച്ചു. അത് ക്രമേണ ദേവാലയ നടത്തിപ്പിനുള്ള അവകാശവാദം തുടങ്ങിയ കിടമത്സരങ്ങളിലേക്കും നിയമപ്രശ്നങ്ങളിലേക്കും തരം താഴാൻ തുടങ്ങി. ബിസിനസ്സുകാരനായ ഒരു ഗൃഹസ്ഥൻ എന്ന നിലയിൽ അഭയ്ക്ക് മഠത്തിലെ ഭരണ സംവിധാനങ്ങളുമായി കാര്യമായ ബന്ധം പുലർത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ പ്രസ്തുത സാഹചര്യത്തിൽ ഇത് അഭയ്ക്ക് ഒരു അനുഗ്രഹമായി തോന്നി. ഈ പോരാളികളിൽ നിന്നും കുറച്ചു ദൂരം മാറി നിന്ന് ഇതെല്ലാം നിശബ്ദനായി വീക്ഷിക്കുകയായിരുന്നു അഭയ്. തൻ്റെ ശിഷ്യന്മാരെല്ലാം ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്ന ഗുരുനാഥൻ്റെ ആജ്ഞ ലംഘിക്കപ്പെടുന്നതും അദ്ദേഹം കഷ്ടപ്പെട്ട് പണിതുയർത്തിയ ക്ഷേത്രങ്ങളും പ്രിന്റിംഗ് പ്രസ്സുകളുമെല്ലാം ഏകീകൃതമായ പ്രസ്ഥാനത്തിൽ നിന്നും അന്യപ്പെട്ടു പോകുന്നതും അഭയ് അത്യധികം നിരാശയോടെ നോക്കിക്കണ്ടു. അതിനിടയിൽ മറ്റൊരു വൻ കലഹം പൊട്ടിപ്പുറപ്പെട്ടു. ലോകമാകമാനമുള്ള ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയ രണ്ടാം ലോക മഹായുദ്ധം അതിൻ്റെ ഫലമായി ബ്രിട്ടീഷുകാർ നിഷേധാത്മക നയം എന്ന ചട്ടം കൊണ്ടുവരികയും തുടർന്ന് ഭക്ഷണ വസ്തുക്കൾ കൊണ്ടുപോകുന്ന നിരവധി ഇന്ത്യൻ കപ്പലുകളെ കടലിൽ വെച്ച് തന്നെ നശിപ്പിക്കുകയും കിഴക്കേ ഇന്ത്യയിൽ നിന്നുള്ള നെൽവിളവിനെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്തു. യുദ്ധകാലമായതിനാൽ ആഹാര പദാർത്ഥങ്ങൾ ശത്രുവിൻ്റെ കൈകളിൽ എത്തിച്ചേർന്നാൽ തങ്ങൾക്ക് വിനയാകും എന്ന ഭയമാണ് ബ്രിട്ടീഷുകാരെ ഇതിന് പ്രേരിപ്പിച്ചത്. അങ്ങനെ ഇന്ത്യയിലെ ജനങ്ങൾ പട്ടിണിയിലാഴ്ത്തപ്പെടുകയും അവർക്ക് കപ്പലുകളില്ലാതെ വ്യാപാരം തുടരാൻ കഴിയാതെ വരികയും ചെയ്തു. 150 വർഷങ്ങൾക്കു ശേഷം സംഭവിക്കുന്ന ഏറ്റവും പരിതാപകരമായ ക്ഷാമമാണ് അനന്തരഫലമായി ബംഗാളിനെ ബാധിച്ചത്. അഭയ് സ്വന്തം വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ എങ്ങനെയൊക്കെയോ സ്വരൂപിച്ചു കൂട്ടി. എന്നാൽ മാസങ്ങൾ നീങ്ങുന്തോറും ബംഗാളിലെ പൊതുനിരത്തുകളിലും തുറസ്സായ സ്ഥലങ്ങളിലും യാചകർ പെരുകി തുടങ്ങിയിരുന്നു. എങ്ങനെയോ തട്ടിക്കൂട്ടിയുണ്ടാക്കിയ അടുപ്പുകളിൽ കയ്യിൽ കിട്ടിയ കുറച്ച് ഭക്ഷണം പാകം ചെയ്ത് വിശപ്പടക്കിയും തുറന്ന സ്ഥലങ്ങളിലോ തണൽ വൃക്ഷങ്ങളുടെ ചുവട്ടിലോ അന്തിയുറങ്ങിയും ഈ അനേകായിരം ജനങ്ങൾ ദിവസങ്ങൾ തള്ളി നീക്കി. പട്ടിണി കൊണ്ട് വലഞ്ഞ പിഞ്ചു കുഞ്ഞുങ്ങൾ ഒരു വായ് ചോറിനു വേണ്ടി കുപ്പത്തൊട്ടികൾ പരതി നടന്നു. നാളുകൾ ചെല്ലും തോറും ആ ഉച്ഛിഷ്ടങ്ങൾക്കു വേണ്ടി കുട്ടികളും നായ്ക്കളും തമ്മിൽ കടിപിടി കൂടുന്ന കാഴ്ച കൽക്കത്തയിലെ തെരുവുകളിൽ സാധാരണമായി തുടങ്ങി. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ ഉപദേശങ്ങളുടെ വെളിച്ചത്തിൽ അഭയ് ചുറ്റും കാണപ്പെട്ട പട്ടിണി എന്ന പീഡയെ വിശകലനം ചെയ്തു. ഭഗവാന്റെ ക്രമീകരണം അനുസരിച്ച് ഭൂമിക്ക് ആവശ്യത്തിലധികം ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ പ്രശ്നത്തിനു കാരണം മനുഷ്യൻ്റെ അത്യാഗ്രഹവും തെറ്റായ നയങ്ങളുമാണ്. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി പറഞ്ഞിരുന്നത് ഇങ്ങനെയായിരുന്നു: ഈ ലോകത്ത് സത്യത്തിൽ ഒന്നിൻ്റെയും കുറവില്ല തന്നെ. ഇപ്പോൾ ലോകത്തിൽ കുറവായി കാണപ്പെടുന്നത് കൃഷ്ണാബോധം മാത്രമാണ്. അതായത് ഇന്ന് അനുഭവപ്പെടുന്ന കുറവുകൾ മറ്റൊരു കാരണം കൊണ്ടുമല്ല, ലോകത്തിൽ കൃഷ്ണാബോധത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നത് കൊണ്ടാണ്. അഭയ് വിചാരിച്ചു, മറ്റെന്നത്തേക്കാളും ഇന്ന് ഈ ആത്മീയ ദർശനത്തിന് പ്രാധാന്യം അനുഭവപ്പെടുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റമൂലി എന്ന പോലെ പരിഹാരമായ ഈ ദർശനം അഭയ്ക്ക് അറിവുള്ളതായിരുന്നു. അതിനാൽ ഇത് ലോകത്തിൻ്റെ നന്മയ്ക്കായി പ്രദാനം ചെയ്യാൻ അഭയ്ക്ക് തിടുക്കമായി. ഏതുവിധത്തിൽ ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാം എന്ന ഒറ്റ ചിന്തയിൽ അഭയ് നിമഗ്നനായി. യുദ്ധത്താൽ പരീക്ഷണമായ ലോകജനതയെ ഈ സന്ദേശം അറിയിക്കുവാനായി തൻ്റെ ആത്മീയ ഗുരു ചെയ്തിരുന്നതുപോലെ വൈദിക സാഹിത്യങ്ങളുടെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു പ്രസിദ്ധീകരണം തുടങ്ങുവാനായി അദ്ദേഹം നിശ്ചയിച്ചു. എഴുതുവാൻ ആശയങ്ങൾക്ക് കുറവൊന്നുമില്ലായിരുന്നു. തൻ്റെ ഗുരുദേവൻ്റെ പാത പിന്തുടർന്ന് അതേ ശക്തമായ സ്വരത്തിൽ കൃഷ്ണാബോധ തത്വങ്ങൾ പ്രസിദ്ധീകരിക്കാൻ അഭയ് നിശ്ചയിച്ചു. ഇതേ ലക്ഷ്യത്തിനായി സ്വന്തം ബിസിനസ്സിൽ നിന്ന് അഭയ് ധനം ശേഖരിച്ചു വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനാൽ സമ്പാദ്യക്കുറവും തൽക്കാലം ഇല്ലായിരുന്നു. കൽക്കത്തയിലെ തൻ്റെ അപ്പാർട്ട്മെൻറ്റിലെ മുൻവശത്തെ മുറിയിൽ വെച്ച് അദ്ദേഹം ഈ മാസികയ്ക്ക് ആവശ്യമായ കുറിപ്പുകൾ മനസ്സിൽ ചിത്രീകരിക്കുകയും എഴുതുകയും പുനരവലോകനം ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ആ മാസികയ്ക്ക് ബാക്ക് ടു ഗോഡ് ഹെഡ്, ഭഗവത് സന്നിധിയിലേക്ക് എന്ന് നാമകരണം ചെയ്തു. ഗ്രന്ഥപരിശോധനയും പ്രകാശനവും
ദിവ്യപൂജ്യ ശ്രീ ശ്രീമദ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി പ്രഭുപാദരുടെ നേരിട്ടുള്ള ഉത്തരവിൻ പ്രകാരം മിസ്റ്റർ അഭയ് ചരൺ ഡേ നിർവഹിക്കുന്നത് എന്ന് ചുവടെ രേഖപ്പെടുത്തുകയും ചെയ്തു. അച്ചടിക്ക് ആവശ്യമായ കടലാസിനു വേണ്ടി അഭയ്ക്ക് പല പ്രാവശ്യം ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ യാചിക്കേണ്ടി വന്നു. ആരുടെയും ധനസഹായമില്ലാതെ ഒരു പിന്തുണയുമില്ലാതെ കോടാനുകോടി ജനങ്ങൾക്കിടയിൽ നിന്നും വരുന്ന ഒരു ഒറ്റപ്പെട്ട ശബ്ദമാണ് തൻ്റേത് എന്ന് അഭയ്ക്ക് അറിയാമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് തൻ്റെ ഗുരുവിലും കൃഷ്ണനിലും അങ്ങേയറ്റം വിശ്വാസം പുലർത്താൻ സാധിച്ചിരുന്നു. തൻ്റെ സന്ദേശങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പൂർണ്ണമായും ബോധവാനായിരുന്നതിനാൽ ഈ യുദ്ധകാലത്തെ സ്ഫോടനങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കുമിടയിൽ പോലും അഭയ് തൻ്റെ മാസികയുടെ 1-ാം ലക്കം പുറത്തിറക്കി. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരമൊരു പ്രസിദ്ധീകരണം വളരെയധികം അത്യാവശ്യമാണ്. തുടരും. ഹരേ കൃഷ്ണ. ശ്രീരാധേ.